അള്ളാനെ മറന്നു പോകാതിരിക്കാനാണ് ഇടയ്ക്കിടെ ഇതുപോലെയുള്ള മനോഹരമായ സംഗമങ്ങൾ നമ്മുടെ മുന്നിൽ സംഘടിപ്പിക്കപ്പെടുന്നത്. അള്ളാനെ മറക്കാതിരിക്കാനാണ്. ഫദക്കിർ ഫഇന്ന الذിക്റ തൻഫഉൽ മുഅ്മിനീൻ. ആളുകളോട് ഇടയ്ക്കിടെ ഉപദേശിച്ചു കൊണ്ടേയിരിക്കണം. ഉപദേശം മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് എന്ത് വഅദ് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്, ആരോട് എന്ത് പറയാനാണ് എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ഇവിടെ ആര് നന്നായാലും ഇല്ലെങ്കിലും ഇതുപോലെയുള്ള ഉപദേശങ്ങൾ ഇടയ്ക്കിടെ നടന്നുകൊണ്ടിരിക്കണം എന്ന് ഖുർആൻ തന്നെ ഈ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ്. ആളുകൾക്ക് ഇടയ്ക്കിടെ അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കണം. ആളുകൾക്ക് പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാക്കി കൊടുക്കണം. അതിനു വേണ്ടിയാണ് ഇതുപോലെയുള്ള സദസ്സുകൾ. ആലോചിച്ചു നോക്ക്, നമ്മൾ അങ്ങനെയൊരു ഇതുപോലെയുള്ള സദസ്സുകളും കൂടി ഇല്ലാതെയായാൽ ഇവിടെ ആളുകൾക്ക് ഈമാൻ ഉണ്ടാകുമോ? ഇവിടെ ആളുകൾക്ക് ഇസ്ലാമുമായി പുലബന്ധം പോലും ഉണ്ടാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കണ്ടില്ലേ, നേരത്തെ അഭിവന്യരായ ഗുരുവരിയർ സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെയാണ് നമ്മുടെ നാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ. വേദനാജനകമാണ്. ഒരിക്കലും പ്രിയപ്പെട്ടവരെ നമ്മൾ ഊഹിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലഹരിക്കടിമയാകുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാര് സ്വന്തക്കാരെ ബന്ധക്കാരെ ഒക്കെ വകവരുത്തുന്ന വേദനാജനകമായ കാഴ്ച നമുക്ക് ഉൾക്കൊള്ളാൻ പോലും ആകാതെ പ്രയാസപ്പെടുകയാണ് നമ്മൾ. സ്വന്തം ഉമ്മയെ വധിക്കുന്ന മക്കൾ. കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പാണ് സാക്ഷര കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട മാതാവിനെ, ഓപ്പറേഷൻ കഴിഞ്ഞ് സഹോദരിയുടെ വീട്ടിൽ വിശ്രമത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ട മാതാവിനെ വകവരുത്തിയത്. ആ ചെറുപ്പക്കാരനെ പിടികൂടി മാധ്യമപ്രവർത്തകരുടെ മുന്നിലൂടെ നടത്തിക്കൊണ്ടുപോകുമ്പോ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എന്തിനാണ് ഈ ക്രൂരത ചെയ്തത് എന്ന ചോദ്യത്തിന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ ഉത്തരം നമ്മൾ കേട്ടല്ലോ പ്രിയപ്പെട്ടവരെ. എന്റെ ഉമ്മ എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ്. അതിനുശേഷം 2-3 ദിവസം മുമ്പാണ് മറ്റൊരു വാർത്ത കണ്ടത്. പ്രിയപ്പെട്ട മാതാവിനെ സിലിണ്ടർ കൊണ്ട് തലക്കടിച്ച് വകവരുത്തി ഒരു മകൻ. അതിനുശേഷമാണ് കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 പേരെ വകവരുത്തിയ അഫ്ഫാൻ എന്ന് പറയുന്ന ഒരു മകൻ. യാ അല്ലാഹ്, എവിടേക്കാണ് നമ്മുടെ നാട് പോകുന്നത്? എങ്ങോട്ടാണ് നമ്മുടെ മക്കൾ സഞ്ചരിക്കുന്നത്? അല്ലാഹുവേ, നീ ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹ്.